വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എൻ്റെ വീടിന് സമീപം നിൽക്കുന്ന ഒരു കായ്ക്കാത്ത റംബുട്ടാൻ മരം ഉണ്ട്. ആ റംബുട്ടാൻ മരം നമ്മൾ അതിൻ്റെ ടോപ്പ് പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം വരുന്ന പുതിയ മുളയിൽ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ടുള്ള ബഡ് ചെയ്തിട്ടുള്ള കായ ഉണ്ടാവാൻ പാകത്തിന് തരത്തിലുള്ള ബഡ് ചെയ്തിട്ടുള്ള ഒരു തൈ ഉണ്ട്. ആ തൈ ഉപയോഗിച്ചിട്ട് അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണത്. അപ്പോൾ നമ്മുടെ വീടുകളിൽ കായ്ക്കാണ്ട് നിൽക്കുന്ന വലിയ റംബുട്ടാൻ മരങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ നഴ്സറിയിൽ നിന്ന് ഒരു തൈ കൊണ്ടുവന്നിട്ട് അത് നമുക്ക് ചേർത്തി കെട്ടി അപ്രോച്ച് ഗ്രാഫ്റ്റിങ്ങിലൂടെ ഈ കായ്ക്കാത്ത വലിയ റംബുട്ടാൻ മരങ്ങളെ നമുക്ക് കായ്പ്പിച്ചെടുക്കാം. ഒപ്പം തന്നെ അതിൻ്റെ ബാലൻസ് ഉള്ള ഭാഗം നമുക്ക് തൈയായിട്ട് കുഴിച്ചിടുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. കാരണം സാധാരണഗതിയിൽ റംബുട്ടാനിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത് ബഡ്ഡിംഗ് ആണ്. പക്ഷെ അത് ഒരുപാട് വേനൽക്കാലത്ത് നമുക്ക് ചെയ്ത് വിജയിപ്പിച്ചെടുക്കാനായിട്ട് പ്രയാസമാണ്. കാരണം നല്ല ചൂടുള്ള സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏപ്രിൽ മാസം മെയ് മാസങ്ങളിലൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവാനായിട്ട് ഒരു ലേശം റിസ്ക് ഉണ്ട്. എന്നാൽ ഈ അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് നല്ല രീതിയിൽ നനച്ചു കൊടുക്കുകയാണെങ്കിൽ 100% സക്സസ്ഫുൾ ഉള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്ത് തരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള റംബുട്ടാൻ്റെ തൈ. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു തൈയായിരുന്നു. ഒരു 4-5 വർഷം പഴക്കമുണ്ടായിരുന്ന ഒരു തൈയാണ്. അപ്പോൾ ഈ തൈയുടെ 2 അടി ഉയരത്തിൽ വെച്ചിട്ട് നമ്മളിത് മുറിച്ച് കളഞ്ഞു. മുറിച്ച് കളഞ്ഞു കഴിഞ്ഞിട്ട് ഒരു പുതിയ ശാഖ ഈ തൈമേ നമ്മൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഇങ്ങനെ ഒരു ശാഖ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് മുറിച്ച് കളഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് ഒരു പുതിയ ശാഖ വന്നിട്ട് അതിങ്ങനെ മുകളിലേക്ക് പോയിട്ടുണ്ട് വളർന്നിട്ട്. അപ്പം ഇതിൻ്റെ ഒരു മാവിൻ്റെ അടിയിൽ നിൽക്കുന്ന കാരണമാണ് അത്രത്തോളം വളർച്ച ഇല്ലാണ്ടായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു തൈയിലേക്ക് നമ്മൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു യെല്ലോ കളർ റംബുട്ടാൻ്റെ തൈയാണ്. അത് നമ്മൾ ഇതിൻ്റെ ഉയരത്തിനൊപ്പം എത്താൻ വേണ്ടിയിട്ട് അടിയിൽ ചെറിയൊരു ബക്കറ്റ്, അതുപോലെ ഒരു ചെറിയ ചാക്ക്, ഒരു ഗ്രോ ബാഗൊക്കെ വെച്ച് ഇതിൻ്റെ ഹൈറ്റിലേക്ക് കൊണ്ടുവന്നേക്കാണ്. ഇത് നമ്മൾ കവറിലാണ് ഇരിക്കുന്നത്. ഈ കവർ എന്താണ് ഇങ്ങനെ വെച്ചിരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വേനൽക്കാലമായതുകൊണ്ട് ഈ ചാക്ക് കവറിട്ട് മൂടിയിട്ട് വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വെയിലടിക്കാണ്ടിരിക്കുന്ന കാരണം പെട്ടെന്ന് വെള്ളം പറ്റില്ല. അപ്പോൾ ഇത് യെല്ലോ കളർ റംബുട്ടാൻ്റെ നഴ്സറിയിൽ നിന്നും ആക്കിയിട്ടുള്ള ബഡ് തൈയാണ്. അപ്പോൾ ഈ ബഡ് തൈനെയാണ് നമ്മൾ ഇതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് നമ്മളിന്നിവിടെ ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യണേന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കായ്ക്കാത്ത ഏത് റംബുട്ടാനും വലിയ മരങ്ങൾ പോണത് പതുക്കെ മുറിച്ചിട്ട് ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് നമുക്ക് അതിൽ കായ ഉണ്ടാവണ ലെവലിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ നല്ല ഇനം ഒരെണ്ണുണ്ടായാൽ മതി. ബഡ്ഡിങ്ങിലൂടെയും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ചെയ്യാനായിട്ട് അത്യാവശ്യം വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ നല്ല മൂർച്ചയുള്ള ഒരു കത്തി. അപ്പോൾ നമുക്കിത് ചെറിയ കൂടുപീടുകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന അത്യാവശ്യം കനമുള്ള കത്തി മേടിക്കാം. അതുപോലെ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് വള്ളിയാണ് പിന്നെ ആവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ ഇതും നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. ആദ്യം തന്നെ ഇത് നമ്മൾ ഇത്രയും ഭാഗം ടേപ്പറായിട്ടൊന്ന് ചെത്തുക. ചതവ് വീഴാണ്ട് നല്ല നേർരേഖയിൽ സ്റ്റഡി ആയിട്ട് ചെത്തിയെടുക്കുക. അപ്പോൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ചെത്തണം. അപ്പോൾ ഒരുപാട് ചടയൊന്നും വീഴാണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് ചെത്തിയെടുക്കുക. അതുപോലെ ഈ ഒരു ഭാഗവും നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ചെത്തുക. ചട വീഴാണ്ട് നേർരേഖയിൽ ചെത്തിയെടുക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക സ്ട്രെയിറ്റ് ആയിട്ട്. അങ്ങനെ ഈ 2 ഭാഗവും നമ്മൾ ചെത്തിയെടുത്തതിന് ശേഷം ഇതിനെ നേർക്ക് കൊണ്ടുവരിക. നിങ്ങൾക്കിത് നോക്കി കഴിഞ്ഞാൽ കാണാം ഈ ഒരു ഭാഗവും നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ചെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗവും നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചേർത്തി വെക്കണ സമയത്ത് ഒരു തരി പോലും ഗ്യാപ്പ് ഇല്ലാത്ത ലെവലിൽ നിൽക്കണം. അങ്ങനെ വെക്കാനുള്ള പാകത്തിന് നമ്മളിത് കത്തി കൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് ചെത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. എന്നാലത് പെട്ടെന്ന് തന്നെ കൂടി ചേരുള്ളൂ.
അതിനുശേഷം ഇത് രണ്ടും ചേർത്തിട്ട് ഒരു കെട്ടിടുക. എന്നിട്ട് ഈ രണ്ട് തണ്ടും നമ്മൾ അടുപ്പിച്ച് പിടിക്കുക. അതായത് നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഈ യെല്ലോ കളർ റംബൂട്ടാൻ ഈ ചെത്തിയ ഭാഗത്തേക്ക് ചേർത്ത് വെക്കുക നന്നായിട്ട്. പരമാവധി ചേർത്ത് വെച്ചതിന് ശേഷം നല്ലതുപോലെ വലിച്ചങ്ങോട്ട് കെട്ടുക. ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് വലിച്ച് കെട്ടിയാൽ മതി. എന്നിട്ട് ഇത് അടിവശത്ത് എത്തുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് വലിച്ചൊന്ന് കെട്ടി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ റംബുട്ടാൻ്റെ അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. അതിനുശേഷം ഒരു 45 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു ജോയിന്റ് നന്നായിട്ട് കൂടി വരുന്നതാണ്. ആ കൂടി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ 45 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഇവിടെ നിന്ന് കുറേശ്ശെ റൗണ്ടിൽ തൊലി കളയുക, വട്ടന്. അതായത് ഉള്ളിലെ തടിക്ക് കംപ്ലൈന്റ് പറ്റരുത്, ഈ തൊലി മാത്രം. ഇതിന്റെ ആ തൊലി ഇങ്ങനെ റൗണ്ടിൽ വട്ടം എടുത്ത് കളയുക, ഒരു ചുറ്റുവട്ടം. എന്തിനാ അങ്ങനെ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ വേരിന്ന് ഈ തണ്ടീന്ന് ജലാംശം ഇതിന്റെ മുകളിലേക്ക് കയറി വരരുത്. അപ്പോൾ ഒരു 45 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ഈ തൊലി എടുത്ത് കളയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പതുക്കെ ഈ തണ്ടിൽ നിന്ന് ഇങ്ങോട്ട് വലിച്ചു തുടങ്ങും. അപ്പൊ ഇത് പതുക്കെ പൊടിച്ചു വരും. അത് മാത്രമല്ല ഇതിന്റെ ഈ മുകൾ വശത്തേക്കുള്ള ഈ ഭാഗം ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളയും വേണം. പിന്നെ ഇതിന്റെ താഴേന്ന് ഒരു മുകുളങ്ങളോ വേറെ ഇതിന്റെ ഭാഗമായിട്ടൊന്നും മുളയ്ക്കാനായിട്ട് പാടില്ല. ഇതിൽ നിന്ന് തന്നെ ആയിരിക്കണം പിന്നീടുള്ള കൊമ്പ് വരേണ്ടത്. അപ്പൊ ഇവിടെ നിന്നൊക്കെ നിറയെ മുകുളങ്ങൾ പൊട്ടി ഇത് നേരെ മുകളിലേക്ക് അങ്ങോട്ട് പോയി കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇതൊരു യെല്ലോ കളർ റംബൂട്ടാൻ ഉണ്ടാവുന്ന ഒരു തൈയായിട്ട് മാറിക്കോളും. അപ്പോൾ ഇത് നല്ലൊരു എളുപ്പമുള്ള ഒരു മെത്തേഡാണ്. 100% സക്സസ്ഫുൾ ആവുന്ന ഒരു മെത്തേഡാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബഡ്ഡിംഗ് ഒക്കെ ചിലപ്പോൾ 100% സക്സസ് ആയിക്കോണമെന്നില്ല. അത്രത്തോളം എക്സ്പീരിയൻസും വേണം. മാത്രമല്ല വേനൽക്കാലത്തൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് പ്രയാസമാണ്. പക്ഷെ ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക, എന്നും നനച്ചു കൊടുക്കുന്ന ഒരു വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈറ്റ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സുഖമായിട്ട് നമുക്ക് ഇതുപോലെ കായ്ക്കാത്ത തൈകളിൽ ഇതുപോലെ അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് വഴി അതിനെ കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ 45 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ തൊലി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് മുറിക്കും. മുറിക്കണ സമയത്ത് ഒറ്റയടിക്ക് ഇത് മുറിക്കരുത്. ആദ്യം കുറച്ച് പകുതി ഭാഗം മുറിച്ച് വയ്ക്കുക, അതിനുശേഷം വീണ്ടും പകുതി മുറിച്ച് വയ്ക്കുക. അതിന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു 15 ദിവസങ്ങളിലായിട്ട് കുറേശ്ശെ 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 കട്ട് ചെയ്ത് ഈ ഒരു കട്ടിങ് ഫുള്ളാക്കി എടുക്കണം. ഒറ്റയടിക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് വാടാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ മഴക്കാലത്താണ് കൂടുതലായിട്ട് ഇത് അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് ചെയ്യുക. വേനൽക്കാലത്ത് നമുക്ക് ചെയ്യാം. ഈ പറഞ്ഞിട്ടുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഡെയിലി നനയ്ക്കുന്ന ഒരു തൈകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഞാനിങ്ങനെ ഒരു 2-3 ചെടികളിൽ റംബൂട്ടാൻ ചെടികളിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മുറിക്കണ ഒരു കേസ് മാത്രമാണ് നമുക്ക് ഇത്തിരി റിസ്ക് ഉള്ള. അപ്പോൾ ഒരു 45 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ജോയിന്റ് ആയി കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ഇവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു തൈക്ക് ശരിക്കും നമുക്ക് ഈ യെല്ലോ റംബൂട്ടാൻ്റെ ആ ഒരു ഗുണമുള്ള ഒരു തണ്ട് ഇവിടുന്ന് ഡെവലപ്പായി വരികയും ചെയ്യും. കാലക്രമേണ ഇതിനകത്ത് റംബൂട്ടാൻ ഉണ്ടായിക്കൊള്ളുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് ഒരു എളുപ്പപ്പണിയാണത്. ഇത് വളരെ സുഖമായിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ അപ്രോച്ച് ഗ്രാഫ്റ്റിങ്ങിലൂടെ ഒരു ആൺ റംബൂട്ടാനെ പെൺ റംബൂട്ടാനായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇത് ഞാൻ അങ്ങനെ വിജയിപ്പിച്ചെടുത്തൊരു റംബൂട്ടാനാണ് എൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ളത്. ഇപ്പോൾ അതിൻ്റെ താഴെ നിന്നുള്ള ശിഖരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കണ്ടോ, ഇവിടെ നേരത്തെ കാണിച്ചു തന്ന തൈയുടെ ആ മോൾ വശമാണിത്. ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുതിയ മുകുളങ്ങളൊക്കെ വന്ന് നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു വലിയ തൈലാണ് നമ്മൾ ചെയ്യണോണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിന് താഴെ നിന്നുള്ള കൊമ്പുകളൊക്കെ വേഗം കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഡെവലപ്പായി വന്നോളും.
ഇത് ആർക്ക് വേണമെങ്കിലും പരീക്ഷിച്ച് നമുക്ക് നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിച്ച വീഡിയോ വലിയ കായ്ക്കാത്ത റംബുട്ടാൻ മരങ്ങളെ നമുക്ക് കായ്പ്പിച്ചെടുക്കാനുള്ള ഒരു സൂത്രവിദ്യയാണ്. അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ, അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ഈ ഒരു മെത്തേഡ് പരീക്ഷിച്ചാൽ മതി. അല്ല ബഡ്ഡിങ് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക്, അല്ലെങ്കിൽ ബഡ്ഡിങ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ബഡ്ഡിങ് ചെയ്യാണ് കുറച്ചും കൂടിയും ബെറ്റർ. അപ്പോൾ അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. വലിയൊരു എക്സ്പീരിയൻസ് വേണ്ട. ബഡ്ഡിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ തൊലി എടുക്കുമ്പോഴും അതുപോലെ തന്നെ ആ പുതിയ തൊലി അതിലേക്ക് വെച്ച് കെട്ടുമ്പോഴും നല്ലൊരു എക്സ്പീരിയൻസ് അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ അവതരിപ്പിച്ചിട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുള്ളവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.